ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ 2 വീഡിയോ കൊളാബ് ചെയ്തിട്ടാട്ടോ വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം കൂടി ഒറ്റ വീഡിയോയിലേക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ലീവ് എടുത്തേക്കണം. ഞാനും ഹസ്ബൻഡും ലീവ് എടുത്ത് ഞങ്ങൾക്ക് ബാങ്കിൽ പോകാനുണ്ട്. പിന്നെ വേറെ കുറച്ച് പർച്ചേസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കിൽ ഭയങ്കര പോസ്റ്റായിരുന്നു. ആസ് യൂഷ്വൽ പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പരിപാടി എല്ലാം തീർത്ത് നേരെ തൊട്ടടുത്ത് KRL ഞങ്ങൾ കഴിക്കാൻ വന്നേക്കും കേട്ടോ. ഹസ്ബൻഡ് വന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കാം. പക്ഷേ എനിക്ക് എന്താണെന്നറിയാം, മുട്ട പപ്സ് കണ്ട് എൻ്റെ എല്ലാം കൺട്രോൾ പോകും. അപ്പോൾ ഞാനൊരു മുട്ട പപ്സ് മേടിച്ചു. ഹസ്ബൻഡ് വലിയ ഷോക്കാച്ച് വേണ്ട, എനിക്ക് ജ്യൂസ് മാത്രം മതി എന്നിട്ട് ലാസ്റ്റ് ഹസ്ബൻഡ് മുട്ട പപ്സ് മേടിച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഇതൊരു വൃത്തികെട്ടൊരു ഫുഡാട്ടോ, ഭയങ്കരമായിട്ട് മോട്ടും ഡ്രസ്സിലൊക്കെയാണ്. പക്ഷെ അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഞാൻ അങ്ങ് വലിയ മൈൻഡൊന്നും ചെയ്യില്ല. ഭയങ്കര മെസ്സി ആയിട്ടാണെങ്കിലും ഞാൻ കഴിക്കും, നല്ല ആസ്വദിച്ച് കഴിക്കും. നല്ല അടിപൊളി ഫ്രഷ് ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂടായിരുന്നു കേട്ടോ. ഇത്രയും നേരത്തെ കഴിച്ചുകൊണ്ട് നല്ല ചൂടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ലൈറ്റ്സൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രോഡ്വേയിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലാണേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ലീവൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. വീട്ടിൽ അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ലീവ് എടുത്തേക്കുവാണ്. ഞങ്ങൾ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നല്ല വെയിലുണ്ട്, ഒത്തിരി നടക്കാനും ഉണ്ട്. ഇപ്പോൾ കുറച്ച് ലൈറ്റ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എടുക്കാൻ പോണ ലൈറ്റ്സൊക്കെ എങ്ങനത്തെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഓണർ ചേട്ടൻ തന്നെ ഞങ്ങൾ ഈ കടയിലേക്ക് അങ്ങ് കയറ്റി. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മേടിച്ചു. ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു. വീഡിയോ ഒന്നും മര്യാദ എടുക്കാൻ പറ്റില്ല. മുട്ടി ആൾക്കാരൊക്കെ ആയിരുന്നു. വീഡിയോ എടുത്തില്ല. ഞങ്ങൾ 2 ഗേറ്റ് ലൈറ്റ്സ് മേടിച്ചു. ഇത്ര നേരം ഒരു തിരക്കുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എന്തോരം തിരക്കാന്ന് നോക്കി. നല്ല വെയിലാട്ടോ. ഒരു ജൂൺ മാസമാണെന്ന് ആരും പറയില്ല, അമ്മാതിരി വെയിലാണ്. ഇപ്പോൾ മഴയൊക്കെ ഭയങ്കര കുറവാണ്. നല്ല മഴയായിരിക്കും ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ വിശപ്പില്ല. അന്നേരം വീട്ടിൽ പോയി വീട്ടിൽ ചോറ് തിന്നാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അണ്ടർറീമിൽ വന്നേക്കുന്നത്. ഹസ്ബൻഡ് അൽഫാം മന്തിയാണ്, ഞാൻ മീറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ, റൈസ് കഴിക്കുന്നില്ല. ഞാൻ പെരിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പെരി ചിക്കൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര എരിവൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റി ആയിരുന്നു. അടുത്ത മാസം എൻ്റെ കസിൻ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ്. കല്യാണ സാരിയൊക്കെ എടുത്തു. റിസപ്ഷൻ ഡ്രസ്സ് ചെയ്തിട്ട് എനിക്കങ്ങ് സെറ്റ് ആവുന്നില്ല. ഒരുപാട് ബഡ്ജറ്റൊന്നും ഇല്ലാണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ എന്തെങ്കിലും ഒരു പാർട്ടി വെയർ സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ സിറ്റി സിൽക്സിൽ വന്നേക്കാം. പാലാരിവട്ടം നോക്കാം, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും സാരി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ എല്ലാം ഡ്രസ്സല്ല സാരിയെല്ലാം ഇങ്ങനെ അടച്ച് വെച്ചേക്കുക കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ കട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ ഈ കടയിൽ വരാൻ തുടങ്ങിയത്. ഞാൻ എപ്പോഴും സാരികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് ഷീമാട്ടിയിലാണ്. അപ്പോൾ ഇങ്ങനെ 1-2 തവണ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് മേടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ കടയിൽ കയറാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ കടയിൽ കളക്ഷൻസൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ചേച്ചിയാണ് എൻ്റെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് തന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു ചേച്ചി. നല്ല കസ്റ്റമർ സർവീസാണ്, നല്ല മെറ്റീരിയൽ. ഫൈനലി നമ്മൾ സാരി കിട്ടിയിരിക്കുന്നു. എൻ്റെ ബഡ്ജറ്റിൽ തന്നെ എനിക്ക് കിട്ടിയത് സിറ്റി സിൽസിൽ നിന്നാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് സിറ്റി സിൽസിൽ നിന്ന് തന്നെയാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും വരുമ്പോഴേ ഞാൻ സിറ്റി സിൽസിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ബഡ്ജറ്റിലൊക്കെ കിട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് കടയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ സിറ്റി സിൽസിൽ നിന്നാണ് എനിക്ക് നല്ലൊരു പാർട്ടി വെയർ സാരിയും അതിന് പറ്റിയ അണ്ടർ സ്കർട്ട് ഷേപ്പ് വെയർ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് നേരെ അവിടെ പോയിട്ട് വേണം എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ മെഡിക്കൽ സെൻറ്ററിൽ ഞാൻ എത്തിയിട്ടോ. ഒരു 4:30 to 5 o'clock ആ ഒരു സമയത്താണ് എത്താൻ പറഞ്ഞത്. ഞാനൊരു കറക്റ്റ് 4:20 ആയപ്പോൾ തന്നെ എത്തി. ടോക്കണല്ല ചീട്ടൊക്കെ എടുത്തിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ നേരത്തെ ബുക്കിംഗ് ചെയ്താട്ടോ. എന്നിട്ട് അവിടെ പോയി ചോദിച്ചിട്ട് എനിക്ക് ഡോക്ടറെ കയറി കാണാൻ പറ്റി. ഇവിടെ മീൻ വറുക്കൽ, അവിടെ ലൈറ്റ് ഫിറ്റിംഗ്. ഇവിടെ മീൻ വറുക്കൽ, അവിടെ ലൈറ്റ് ഫിറ്റിംഗ്. രാത്രി ഇപ്പം സമയം 10 മണിയാകുമ്പോൾ ആരും ചോറ് കഴിച്ചിട്ടില്ല. ഇവിടെ ലൈറ്റ് ഫിറ്റിങ്ങിൻ്റെ തിരക്കിലാണ്.
എല്ലാവരും ഭയങ്കര പണിയിലാണ്. ഇതാണ് കല്യാണച്ചെറുക്കൻ. ഇവന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും മോഡിഫിക്കേഷനും റെനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കണതാണ്. അവൻ്റെ കല്യാണമാണ്. ഞങ്ങളുടെ വീട്ടിലാണ് ഫുൾ പരിപാടികൾ. നല്ല അടിപൊളി മൊരിഞ്ഞ ചാള ഫ്രൈ. മീൻ്റെ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഇടാൻ പോവാണ്. എനിക്ക് ഇഷ്ടമില്ലല്ലേ ചാള ഫ്രൈ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും കഴിക്കും. എപ്പോഴും ഉണ്ടാക്കുമ്പോ കഴിക്കും. അടുത്ത റൗണ്ട് ഓഫ് ചാള ഫ്രൈ ഇടാൻ പോകുന്നു. ഐ ലവ് ചാള ഫ്രൈ. അത് കുഞ്ഞി കുഞ്ഞി ചാള, വെരി സ്മോൾ. എന്താണ് പല്ലിയോ? അതേപോലെ ഉണ്ട്. ഓക്കേ, ഇതൊക്കെ നാളത്തെ നിങ്ങൾക്ക് നമുക്ക് തരാം. നാട്ടുകാര് മൊത്തം ഉറങ്ങി. ഇവിടെ നമ്മൾ മാത്രം ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഡോക്ടറെ കണ്ടു. പിന്നെ ലൈറ്റ്സ് മേടിക്കണ വീഡിയോ എനിക്ക് എടുത്തില്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ തിരക്കുള്ള സ്ഥലത്ത് വീഡിയോ എടുക്കാൻ ഒരു പേടി. ഇപ്പം വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടോ ഞാൻ വീഡിയോ എടുത്തില്ല. സാരി എടുത്തു, ലൈറ്റ് വാങ്ങി, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.